3D ഹോം ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു 3D വിഷ്വലൈസറോ അല്ലെങ്കിൽ 3D മാക്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായും പ്രയോജനപ്പെടും. അപ്പോൾ ഇന്നത്തെ ടിപ്സ് ഒരു 3D മാക്സ് ഫയൽ എങ്ങനെയാണ് അർച്ചീവ് ചെയ്യുന്നത് എന്നതാണ് ഞാൻ നിങ്ങളൊരു ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അതിന് 2 മെത്തേഡാണ് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ മെത്തേഡിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത് രണ്ടാമത്തെ മെത്തേഡാണ്. അതിനുള്ള കാരണം നിങ്ങൾക്ക് ഈ വീഡിയോ അവസാനിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ഒന്നാമത്തെ മെത്തേഡിലേക്ക് കിടക്കാം. അതിന് നിങ്ങൾ ഫയലിൽ പോകാം. ഫയലിൽ സേവ് ആസ് എന്നതിൻ്റെ തൊട്ട് അടിയിലായിട്ട് അർച്ചീവ് എന്ന ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ മൈ കമ്പ്യൂട്ടറിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഏത് ഫയലാണോ ആ ഫയലിൻ്റെ നെയിം കൊടുക്കുക, നിങ്ങൾക്ക് മനസ്സിലാവുന്ന കോലത്തിൽ. അപ്പോൾ ഞാനിവിടെ കിച്ചണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഇനി അത് ഓപ്പൺ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നെയിം കൊടുത്ത് സേവ് കൊടുക്കുക. ഓക്കെ, ഞാൻ ഇവിടെ കിച്ചൺ ന്യൂ എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് സേവ് കൊടുത്തു. ഓക്കെ, ഇനി നിങ്ങൾക്ക് സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ കാണാം ഒരു ബ്ലാക്ക് ബോക്സ് സ്ക്രീനിൽ തെളിയുന്നതായി കാണാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ ഫയൽ അർച്ചീവ് ആകുന്നത്. ഇത് കഴിയുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഒന്നാമത്തെ മെത്തേഡിൻ്റെ അർച്ചീവ് ഫയൽ ആയതായിട്ട് സ്ക്രീനിൽ കാണാവുന്നതാണ്. ഇനി നമുക്ക് ആ ഫയൽ ഒന്ന് എടുത്തു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് എവിടെയാണോ സേവ് ചെയ്ത് വെച്ച് അവിടെ പോയിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, അതാണ് കിച്ചൺ ന്യൂ എന്നാണ് ഞാൻ കിച്ചൺ ന്യൂ എന്നതായിട്ടാണ് ഞാൻ സേവ് ചെയ്തത്. അത് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ അർച്ചീവ് ആയതായിട്ട് കാണാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡിലേക്ക് കടക്കാം. അതിനുവേണ്ടി നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിക്കുക. സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിലായിട്ട്, അതായത് മോഡിഫൈൻ്റെ ഭാഗത്തായിട്ട് ഏറ്റവും അവസാനത്തെ ടൂൾസ്, അതായത് സ്പാൻഡറിൻ്റെ രൂപത്തിലുള്ള ഒരു ടൂൾസ്, യൂട്ടിലിറ്റി എന്നാണ് അതിൻ്റെ നെയിം. ആ യൂട്ടിലിറ്റി ടൂൾസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് യൂട്ടിലിറ്റിൻ്റെ തൊട്ട് താഴത്തായിട്ട് മോർ എന്ന ഓപ്ഷൻ കാണാം. മോർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ സ്ക്രീനിൽ ഒരു യൂട്ടിലിറ്റിൻ്റെ ബോക്സ് കാണാം. അതിൽ ഏറ്റവും താഴത്തായിട്ട് റിസോഴ്സ് കളക്ടർ എന്ന ഓപ്ഷൻ കാണാം. അത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നേരെ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ വീണ്ടും വരിക. എന്നിട്ട് യൂട്ടിലിറ്റിൻ്റെ തൊട്ട് താഴത്തായിട്ട് പാരാമീറ്റർ എന്ന ഓപ്ഷൻ കാണാം. അതിൻ്റെ തൊട്ട് താഴത്തായിട്ട് ബ്രൗസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഒരു ഫോൾഡർ വീണ്ടും ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഫോൾഡറിൽ തന്നെയാണ് യൂസ് പാത്ത് കാണിച്ചു കൊടുക്കുക. ഒരു ചെറിയൊരു ഫോൾഡർ ഉണ്ടാക്കി കൊടുക്കുക. ഞാൻ ന്യൂ പറഞ്ഞിട്ട് എന്താണ് അത് ക്രിയേറ്റ് ചെയ്യണത്. ഞാൻ നിങ്ങൾക്ക് ആദ്യത്തെ മെത്തേഡും രണ്ടാമത്തെ മെത്തേഡും തമ്മിലുള്ള ഡിഫറൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കാനും വേണ്ടിയാണ് ഞാനിവിടെ രണ്ടാമത്തെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഇനി ആ ഫോൾഡർ ഓപ്പൺ ആക്കിയിട്ട് യൂസ് പാത്ത് നിന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നേരെ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ വരിക. എന്നിട്ട് ബ്രൗസിൻ്റെ തൊട്ട് താഴത്തായിട്ട് റിസോഴ്സ് ഓപ്ഷൻ എന്ന് കാണാം. അതിൽ കളക്ട് ബിറ്റ് മാപ്പ്, ഇൻക്ലൂഡ് മാക്സ് ഫയൽ, കോംപ്രസ് ഫയൽ, ഈ മൂന്നും ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴത്ത് കോപ്പി ആൻഡ് മൂവ് എന്ന് കാണാം. അതിൽ കോപ്പി ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി ടിക്കായിരിക്കും. അതിന് ശേഷം അല്ലാത്തവരും അത് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം ബിഗിൻ എന്ന ഓപ്ഷൻ കാണാം. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ ഇനി സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ കാണാം അത് ആ ഫയൽ അർച്ചീവ് ആകുന്നത്. ഇനി അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ ഫയൽ അർച്ചീവ് ആയതായിട്ട് സ്ക്രീനിൽ കാണാവുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആ ബ്ലാക്ക് ബോക്സ് ക്ലോസ് ആയതായിട്ട് കാണാം. അപ്പോൾ ഇനി നമുക്ക് നേരത്തെ യൂസ് പാത്ത് ചെയ്ത ഫോൾഡർ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഓക്കെ, അതിനുവേണ്ടി എവിടെയാണോ നിങ്ങൾ സേവ് ചെയ്തത് അവിടെ പോയി നോക്കാം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ കമ്പ്യൂട്ടറിൽ പോവുക, നേരത്തെ സേവ് ചെയ്ത ഭാഗം ഫോൾഡർ ഓപ്പൺ ആക്കി നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ ക്രിയേറ്റ് ന്യൂ വൺ എന്നാണ് കൊടുത്തത്. എന്നിട്ട് അവിടെ ആദ്യത്തെ മെത്തേഡിൻ്റെ ആർച്ചീവ് ഫയൽ ഇവിടെ സ്ക്രീനിൽ കാണാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ തൊട്ട് മുകളിലാണ് രണ്ടാമത്തെ മെത്തേഡിൻ്റെ ഫോൾഡർ. അത് ഓപ്പൺ ആക്കിയപ്പോൾ അതിൽ ഒരുപാട് മെറ്റീരിയലിൻ്റെ ലിസ്റ്റ് കാണാം. അതേപോലെ തന്നെ അതിൽ തന്നെ 3D Maxൻ്റെ ഫയലും കാണാം. അതേപോലെ തന്നെ അതിൻ്റെ ആ ഫയലിൻ്റെ അർച്ചീവ് ഫയലും അവിടെ കാണാവുന്നതാണ്. ഇനി നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഒന്നാമത്തെ മെത്തേഡും രണ്ടാമത്തെ മെത്തേഡും തമ്മിലുള്ള വ്യത്യാസം. അത് ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. കിച്ചൺ ന്യൂ എന്ന് ഫസ്റ്റത്തെ മെത്തേഡ് സേവ് ചെയ്തതാണിത്. ഇവിടെ മെറ്റീരിയലിൻ്റെ ലിസ്റ്റ് വന്നിട്ടില്ല, ആർച്ചീവ് ഫയൽ മാത്രമേ വന്നിട്ടുള്ളൂ. ഇത് ഓപ്പൺ ആക്കിയാൽ മാത്രമേ അതിൻ്റെ മെറ്റീരിയൽ ഉണ്ടോ ഇല്ല എന്ന് നമുക്ക് അറിയത്തുള്ളൂ. പക്ഷേ രണ്ടാമത്തെ മെത്തേഡിൽ നമ്മൾ ഓപ്പൺ ആക്കി ഓൾറെഡി അതിൽ അടങ്ങിയിരിക്കുന്ന മെറ്റീരിയൽ മൊത്തം അവിടെ കാണാവുന്നതാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത്തെ മെത്തേഡ് നിങ്ങളോട് ഉപയോഗിക്കാൻ പറയുന്നത്. ഓക്കെ, അവസാനമായിട്ട് ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ചെയ്തിരിക്കുന്ന 3D Max ഫയൽ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ മെത്തേഡ് ഉപയോഗിച്ച് അർച്ചീവ് ചെയ്യാതെ നിങ്ങൾ സേവ് ചെയ്ത് മാത്രം മറ്റൊരു സിസ്റ്റത്തിലേക്ക് ആ ഫയൽ കൊണ്ടുപോയിട്ട് അവിടെ ഓപ്പൺ ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഫയലിൽ കിടന്ന മെറ്റീരിയലുകൾ നഷ്ടപ്പെടാൻ സാധ്യത ഏറെയാണ്. എന്നാൽ അർച്ചീവ് ചെയ്ത ഫയൽ അവിടെ ഓപ്പൺ ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മെറ്റീരിയലുകൾ നഷ്ടപ്പെടാൻ സാധ്യതയില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത ടിപ്സുമായി വരുന്നത് വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.